എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉണ്ടാവാം. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഈ കാര്യം കാണുന്നത്. ധനകാര്യ വകുപ്പിന് നല്ല ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം നല്ല ബാധ്യത വരുന്നതാണ്. ക്ഷേമ പെൻഷൻ വർധന മേഖലയിലും കുറേയേറെ പുതിയ പദ്ധതികളും നൽകുന്ന ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പല ആനുകൂല്യങ്ങളും വർധനയും പറഞ്ഞിട്ടുണ്ട്. അത് വിശദമായിട്ട് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. പുതുതായിട്ട് പറഞ്ഞൊരു കാര്യം വീട്ടമ്മമാരുടെ ഒരു പെൻഷനാണ്. സ്ത്രീ സുരക്ഷ എന്ന പേരിൽ പറഞ്ഞിട്ട് വീട്ടമ്മമാരുടെ പെൻഷനാണ്. അത് നേരത്തെ തന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് ഇപ്പോൾ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. 1000 രൂപ വെച്ച് എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, തുക പറഞ്ഞിരുന്നില്ല. അപ്പം നോക്കിയാൽ മതി. പിന്നെ തുക പറഞ്ഞിരുന്നില്ല. അങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു. ക്ഷേമ പെൻഷൻ്റെ നിങ്ങൾക്കറിയാം, ഈ ക്ഷേമ പെൻഷൻ ഇപ്പം നിങ്ങൾ നേരത്തെ 2000 ആക്കിയേക്കും 1800 ആക്കിയേക്കും എന്നൊക്കെ വാർത്ത കൊടുത്തിരുന്നു. വാസ്തവത്തിൽ ചർച്ചകളുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഞാൻ പറഞ്ഞു, അന്ന് എന്നോട് ചോദിച്ചോട്ട് പറഞ്ഞു, എത്രയാണെന്ന് പറയുന്നില്ല, വളരെ പോസിറ്റീവായിട്ടാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു വർക്ക് 1 മാസമെങ്കിലുമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ 2000 ആക്കി. മറ്റ് ഓരോ മേഖലയിലും എല്ലാ നമ്മുടെ സ്കീം വർക്കേഴ്സിനും എന്ന് പൊതുവിൽ പറഞ്ഞാൽ ആശ, അംഗൻവാടി, പാചകത്തൊഴിലാളി, അവരുടെ ഡെയിലി കൂലിയാണെങ്കിലും അവർക്കും 1000 രൂപ വെച്ച് വരും. അംഗൻവാടി, പിന്നീട് അതുപോലെയുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എല്ലാവരുടെയും 1000 രൂപ വെച്ച് വർദ്ധിപ്പിക്കുന്ന തീരുമാനം വന്നു. സാക്ഷരതാ പ്രവർത്തകന്മാരുടെ. അപ്പോൾ ഇതുപോലെ മറ്റ് ചില മേഖലയിൽ കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉണ്ടാവാം. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഈ കാര്യം കാണുന്നത്. ധനകാര്യ വകുപ്പിന് നല്ല ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം നല്ല ബാധ്യത വരുന്നതാണ്. ക്ഷേമ പെൻഷൻ വർധന, നമ്മൾ സർക്കാർ ജീവനക്കാരുടെ DA 2 DA കൊടുക്കുമെന്നായിരുന്നു റൂൾ 300-ൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ നിങ്ങളോടും പറഞ്ഞു, 2 DA കൊടുത്തു. സർക്കാർ ജീവനക്കാരുടെ പരിപാടിയിലും പറഞ്ഞു ഇനിയും ചിലപ്പം കൊടുക്കും. കാരണം അവർക്ക് അർഹമായിട്ടുള്ളതാണ്. നമുക്ക് കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ അനുഭവത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത്, 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. ആ വെട്ടിക്കുറവിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന വലിയ കുറവ് നിൽക്കുന്നതുകൊണ്ട് ആദ്യത്തെ 2-3 വർഷക്കാലം ഞങ്ങളുടെ ചിലവ് 30,000 കോടിയാണ് തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ വർഷത്തേക്കാൾ വർദ്ധിച്ചത്. കാരണം ഇതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം അടക്കം വന്നുകൊണ്ടാണ്. അതിന് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം 57,000 വെട്ടിക്കുറയ്ക്കപ്പെട്ടു. അത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം ചെയ്തത്. കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഞങ്ങളെ ധനപരമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ ഒരു ടേക്ക് ഓഫ് ഉണ്ട്. അപ്പോൾ കളിയാക്കിയ ആളുകൾ ആദ്യം തൊട്ടേ പറയുന്നത് ഇത് പൂച്ച പറ്റി കിടക്കുകയാണ്, ഖജനാവില്ല. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ അളവിനേക്കാളും കൂടുതൽ വർധനയാണ്. ഇപ്പോൾ 1,75,000 കോടി ശരാശരി ഒരു വർഷം ചിലവാക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ നന്നായി പ്ലാൻ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇക്കാര്യത്തിന് വരുന്ന ബാധ്യതകൾ നല്ല തുക ബാധ്യത വരും. ഇത് കൃത്യമായി ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞതെന്നൊരു സംശയം തോന്നാം. എന്നാൽ പിന്നെ ബഡ്ജറ്റിലല്ലേ സാധാരണ പ്രതീക്ഷിക്കുക. നിങ്ങളെല്ലാം പ്രതീക്ഷിക്കും ബഡ്ജറ്റ് സമയത്താണ്. ഇപ്പോൾ ബഡ്ജറ്റ് ഒരെണ്ണം കൂടെ അവതരിപ്പിക്കും. സാധാരണഗതിയിലൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പൂർണ്ണ ബഡ്ജറ്റ് അല്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണല്ലോ അതിൻ്റെ ഫുൾ കാര്യങ്ങൾ പാസ്സാക്കുക. മാർച്ചിൽ പാസ്സാക്കില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റണ്ടിലാണ് ഇത് അവതരിപ്പിക്കുന്നതല്ലയോ അന്നേരം പറയുക. ഇതിപ്പോൾ അങ്ങനല്ല. നവംബർ മാസം 1-ാം തീയതി തൊട്ട് നടപ്പിലാവുമെന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഇന്ന് കാര്യം നടപ്പിലാവും. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള കാര്യം പറയുമ്പോൾ അത് ആ സമയമാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ തന്നെ പറയും, നമ്മളല്ലേ, ഞാനും പത്രപ്രവർത്തകനാണെങ്കിൽ അത് പറയും, രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ പ്രതിപക്ഷമാണെങ്കിൽ അത് പറയും. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ഈ ഗവൺമെൻറ് ഇനിയും ചെയ്യേണ്ട സമയമുണ്ട് ഈ കാലാവധി. അപ്പോൾ ഈ കാലയളവിനകത്ത് അത് ചെയ്യാമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടും ഇത് കൃത്യമായി കൊണ്ടുപോകും. കേരളത്തിലെ ഈ സാമ്പത്തിക രംഗം ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും ഒക്കെ വലിയ തകർച്ചയിൽ നിന്ന് കടന്നു വന്ന് ഈ കാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. എന്തായാലും നല്ല ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും ഞങ്ങൾ ഇത് ചെയ്തത് ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ്.